വരൂല, ഇനി ഞാൻ മാർക്കിടാൻ വരൂല, സത്യമായിട്ട് വരൂല. അടിക്കല്ലേ? സ്വപ്നം കണ്ടതായിരുന്ന? അയ്യോ, ഇവിടെ വന്ന് അടിക്കാൻ. എന്താണ് പ്രശ്നം? എന്താണ്? ഓ, പ്രശ്നമൊന്നും പറയണ്ടടാ. ഇന്നലെ ഒരു കൈകൊട്ടി കളിക്കേ മാർക്കിടാൻ പോയി പോയതാണ്. മാർക്കിട്ട് തീർന്നതും ഇവിടെ പിന്നെ നടന്നത് കൈകൊട്ടി കളിയാണോ കൈകെട്ടിടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ആ പൊന്നോ, നെരിച്ച് ഇടിയായിരുന്നു. അങ്ങോട്ടൊക്കെയാണ് ചില പെണ്ണുങ്ങൾ നീല പൊട്ടിട്ടിട്ട് മുകളിൽ സിന്ദൂരോടൂല്ലേ, അതുപോലെ ഒരു ചുവന്ന ചേച്ചിരിക്കണ പറന്നാണ് ഇടിച്ചത്. മണ്ടയിലൊക്കെ ഇടിച്ച് കലക്കി കളഞ്ഞു. കുരുമുളക് പോലെ ഒരു സാധനം ഇരിക്കണ. അപ്പൊ അങ്ങനെ ഇരിക്കും. കൊറ മൊത്തം വാന്തി പൊളിച്ചതാ. പിന്നെ അല്ല ഞാൻ പറയണതേ, ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് ഉറപ്പായിട്ട് കൊണ്ടുപോയി കേസ് കൊടു. ഒരു കാര്യവുമില്ല ബൈ. എടാ, ഈ ചൈനക്കാർക്കെതിരെയും കൈകൊട്ടി കളിക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല. അതെന്ത്? നമ്മൾ ഈ തിരിച്ചറിയൽ പരേഡിൽ പൊളിയും. നിനക്കറിയാമോ? അങ്ങോട്ട് നോക്കിയാണ് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ ഈ കൈകൊട്ടി കളിയിൽ ആരെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. സ്വന്തം ബന്ധുക്കൾ പോലും തിരിച്ചറിയില്ല. എല്ലാം ഒരു മുഖം. അതുകൊണ്ട് ഇനി കേസ് കൊടുക്കണ പരിപാടി ഇല്ല. വേണ്ട. കൈകട്ടിക്കളിക്ക് പോയതല്ലേ, കാത്തിരിക്കേണ്. എന്റെ ദൈവമേ, ഇതാരെ ഫോണത്? ഇന്നലെ അടിയടക്കണത്തുനിന്ന് കിട്ടിയതാണ്. എന്റെ ഫോണിപ്പോ ലീലാവതിയിലിരിക്കുന്നത്. എനിക്ക് അവളെ ഭർത്താവാണെന്ന് തോന്നുന്നു. ഇതെല്ലാം കൊണ്ട് എനിക്ക് കുരു തന്നെ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചു. ഇനി കൈകൊട്ടി കളിക്ക് മാർക്കിടാൻ പോകുന്ന പ്രശ്നമില്ല. പിന്നെ ഇന്നലെ കൈകൊട്ടിക്കളി കാണാൻ വന്നിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായി? അത് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഗേറ്റ് വഴിയാണ് ഓടിയത്. അതുവരെ എത്താൻ പറ്റിയില്ല. അതിനു മുമ്പ് അടിച്ചിട്ട് കാണാൻ വന്നതാണെന്ന് പറഞ്ഞാ പോരി. കാണാൻ വന്നതെന്ന് പറഞ്ഞ് ഒരു പോലീസുകാരൻ വന്ന് ചോദിക്കണ അടി കാണാൻ വന്നിടാന്ന് ചോദിച്ചിട്ട് ലാത്തിയെടുത്ത് വായിലടിച്ച് നാക്ക് വെളിയിൽ വന്ന് വീട്ടിൽ ചെന്നപ്പോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോൻ കിടന്ന് ഭയങ്കര കരച്ചില്. പിന്നെ അച്ഛൻ അടി കിട്ടിയ പിന്നെ കൊച്ചു കരയൂല. അതുകൊണ്ടല്ല, പിന്നെ അവര് ബബിൾക്കം കൊടുക്കാതെ ഞാൻ ഒറ്റയ്ക്ക് തിന്നെന്ന് പറഞ്ഞിട്ടാ കരച്ചില്. ഒരു കൊച്ചിനൊരു ബബിൾക്കം കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് തിന്നാ പോരെ? ആര് ബബിൾക്കം കഴിച്ച്? ഈ പോലീസ് അടിച്ച് വെളിയിലിട്ട നാക്കില്ലേ, ആ നാക്ക് തൂങ്ങണ കണ്ടിട്ടാണ് അവൻ പറഞ്ഞത് ബബിൾക്കം തിന്നു. നാക്ക് ചുരുട്ടി അകത്താക്കി. അപ്പൊ മുണ്ടൊന്നുമില്ലേ? മുണ്ടിന്റെ കാര്യമൊന്നും പറയണ്ട. അടി പകുതിയായപ്പോഴേ ഒരു ചേച്ചിയിലെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് മുണ്ട് വലിച്ചഴിച്ചിട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫോമറിലോട്ട് ഒരു ഒറ്റ ഏറി. അത് അവിടെ കിടന്ന് തൂങ്ങണുണ്ട്. പിന്നെ വരുന്ന വഴിയിൽ അവിടെ ഒരു ബാനർ ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ചോണ്ടിഞ്ഞ് പോന്ന്. കൈകൊട്ടി മാത്രമേ ഉള്ളൂ, കളി ബാക്കിലുണ്ട്. അപ്പൊ മൊത്തത്തിൽ അടിച്ച് തിരിച്ചു കളഞ്ഞടാ, ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രതീഷ് എന്നാണ് ആ പേര്? അങ്ങനെ ചോദിച്ചു. അല്ല, നെഞ്ചില് പച്ച കുത്തിക്കണ്. അയ്യോ, ഒരു ചേച്ചി വിവാഹ മോതിരോട്ട് ഇടിച്ച ഇടി. ആ ചേച്ചിയിലെ ഭർത്താവിന്റെ പേരാണ് രതീഷ്. പച്ച അടിച്ച് കിടക്കണത്. ഇതൊക്കെ പൂവാ, ഇത് ആരെയാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവിടെ തന്നെ വച്ചിരിക്കണം. ഇനി അവര് വരുമ്പോ തിരിച്ചു കൊടുക്കാം. എനിക്ക് ഇടി കൊണ്ട് ചാവാൻ വയ്യ. എന്നാ ഓക്കെ, വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം. ഓഹോ, നീയല്ലടാ ഇന്നലെ അവിടെ ജഡ്ജ്മെന്റ് ചെയ്തത്? കൈകൊട്ടി കളിക്ക് അബദ്ധം പറ്റിപ്പോയി വന്നു പോയി. നിന്റെ അടുത്ത് പകരം ചോദിക്കാൻ വന്നതാണ് ഞാൻ. ആർക്ക് പകരം ചോദിക്കാൻ? ആർക്ക് പകരമല്ല, ഞാൻ എന്നെ തന്നെ പകരം ചോദിക്കാൻ വന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാല്ല, ഞാൻ വളരെ സത്യസന്ധവും നീതിപൂർവവുമാണ് ഇന്നലെ മാർക്കിട്ടത്. അല്ല അല്ല അല്ല, വള്ളംകളി 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 പാട്ടുമായി മുത്തുകൂടയാൽ അയൽമാരിൽ നിരന്നല്ലോ ചുണ്ടൻ വള്ളങ്ങൾ. ഇവിടെ വന്നിട്ടിരിക്കാണല്ലേ? ഇനി ഹോമിട്ട് തോൽപ്പിച്ചോ? ഇന്നലത്തെ കളിയില് നിങ്ങൾ കാറിനാണ് ഞങ്ങൾ തോറ്റത്. നിങ്ങളെ ജഡ്ജസിന് പൈസ കൊടുത്ത് വശീകരിച്ചിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ ജഡ്ജസിന് എങ്ങനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടല്ലോ, അവനെ അടിച്ച് കുത്തി പിഴിഞ്ഞ് കുളിച്ച് മൂടും. എവിടെ കണ്ടിട്ടുണ്ടല്ലോ മറ്റേ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന അപായ ചിഹ്നം. ഇന്നലെ ജഡ്ജ് ചെയ്യാൻ വന്ന മാഷല്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ലേ? വള്ളംകളി വള്ളംകളിയേ പുന്നമടക്കായലിലെ വള്ളംകളിയേ.
മുന്നോട്ട് 3 സ്റ്റെപ്പ്, പുറകോട്ട് 4 സ്റ്റെപ്പ്. അതല്ലേ മാഷേ നമ്മളെ കൈകൊട്ടി കളിയുടെ ഒരു ശാസ്ത്രീയ വശം? ആണ്. എന്നിട്ട് എന്തിനാ മാഷേ ഞങ്ങൾ പുറകോട്ട് വെച്ച 4ാമത്തെ സ്റ്റെപ്പ് തെറ്റിയെന്നും പറഞ്ഞ് മാഷ് ചുവന്ന മഷി കൊണ്ടൊരു അരുവില് വര വരച്ചത്? അയ്യോ. മാഷി വരച്ച ചുവന്ന മഷിക്ക് ആ. ചോര എന്നൊരു അർത്ഥം കൂടിയുണ്ട്. നീ എവിടെ കേട്ടിട്ടുണ്ട്? മിസ്റ്റർ തോമസ് ചാക്കോ. ലീല ചാക്കോ, ഇതാരിത്? എന്റെ ഭർത്താവ്. അവളുടെ ചോദിച്ചാൽ അതേ പറയുള്ളൂ. ചോദിച്ചോക്കാം. ഇതാര്? എന്റെ ഭർത്താവ്. നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ പകരം ചോദിക്കാൻ വന്നു. അയ്യോ. തോന്നലുണ്ട്, ജയിച്ചു എന്നൊരു തോന്നലുണ്ട് എല്ലാവർക്കും ഇവിടെ. മാഷേ ഇത്രയും ബുദ്ധിയും വിവരാത്ത നിങ്ങളെ മുന്നിൽ ഞാൻ ഈ തിരുപ്പം വെച്ച് ആടിയപ്പോൾ കളങ്കപ്പെട്ടത് മഹത്തായ കൈകൊട്ടിക്കളി എന്നൊരു കലയാണ്. അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ച് നടത്തുന്നു. ഈ തിരുപ്പൻ ഞാനിതാ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. കൊണ്ടുപോ ഞങ്ങളുടെ ടീമിന്റെ തിരുപ്പൻ. വന്ദേ മോഹനേ ജയ ചൗരേ തന്താവയാരി മുരാരേ. എനിക്ക് കാണണ്ട ആ മുഖം. ആവൂ. എന്റെ ഭാര്യ രേവതി ചെയ്യുമ്പോഴേ വെളിയിൽ കിടന്ന് ഉറങ്ങണ ഞാൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെങ്കിലും ആവണ്ടേ? അതെ, നിങ്ങളെ ടീമിന്റെ തിരുപ്പെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു തിരുപ്പനല്ലേ ഉള്ളൂ. ചോദിക്കുമെന്നറിയായിരുന്നു. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളെ വീട്ടിലും വൈകിട്ട് അവരെ എല്ലാ തിരുപ്പനും ഞാൻ മാറ്റോട്ട് വന്നിട്ടുണ്ട്. താ കിടക്കുന്ന തിരുപ്പൻ. ഞാൻ പറയണ നിങ്ങളൊന്ന് കേക്കണം. നിങ്ങൾ പറയണത് കേൾക്കാൻ തിരുപ്പന് ചെവിയില്ല. നമ്മളെടുത്ത് പറ, നമ്മൾ കേൾക്കാം. എടാ തിരുപ്പന്മാര് ബാഗിലിടാ. തിരുപ്പന്മാര് ബാഗിലിട്. ഓക്കെ, തിരുപ്പന്മാര് ബാഗിലിട്ടല്ല. ഇനി ഞാൻ പറയണ നിങ്ങളൊന്ന് കേക്കണം. ലീലാവതി. ലീലാവതി ഏതോ പശു ഫാമിലെ പശു കരയണം. കേൾക്കണ്ടേ? ഒരു നിവൃത്തിയില്ല. പറഞ്ഞു വന്നത് നിങ്ങളെ കളി ശരിയല്ലായിരുന്നു. അതെന്ത്? നിങ്ങൾ പറഞ്ഞതുപോലെ 3 സ്റ്റെപ്പ് മുന്നിലോട്ടും 4 സ്റ്റെപ്പ് പിന്നിലോട്ടും തന്നെയാണ് കറക്റ്റ്. അതെ. പക്ഷെ നിങ്ങളെ ടീം 4 സ്റ്റെപ്പ് പുറകിലോട്ട് വെച്ചപ്പോ 4ാമത്തെ സ്റ്റെപ്പ് അങ്ങ് ഗ്രീൻ റൂമിൽ ചെന്നിന്ന് ഞാൻ കാണാതെ വെച്ച് കഴിഞ്ഞാൽ ജഡ്ജായ ഞാൻ എങ്ങനെ മാർക്കിടും? നീ എവിടെ കിടന്നോണ്ട് ഇങ്ങനെ കാണിച്ച ഇവിടെ ഇരിക്കണ ജഡ്ജ് എങ്ങനെ കാണുകൂടാ? ശരിയാണ്, കണ്ടില്ലേ അല്ലേ? അങ്ങനെ ഞാൻ എങ്ങനെ മാർക്കിടും? നീ ഓടി നടന്ന് മാർക്കിടണം. അയ്യോ, ഓടി നടന്ന് മാർക്കിടാനേ ഞാൻ ഫുട്ബോൾ കളിയിലെ റെഫറി അല്ല. കങ്കാരു, നീ ഫുട്ബോൾ കളിയിലെ റഫറി ആവണം. ആവും, ആയിക്കോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ടീമിൽ ഒരു 10 പേരെങ്കിലും വേണ്ടേ കൈകൊട്ടി കളി? നിർബന്ധമായിട്ടും വേണം. 2 പേര് കുറവായിരുന്നു. അത് നമ്മളെ കുഴപ്പമല്ല, പിന്നെ? ഇവരെ അനൗൺസ്മെന്റിന്റെ കുഴപ്പമാണ്. ഇവരെ അനൗൺസ്മെന്റ് ചെയ്തത് എന്താണെന്നറിയാമോ? ജഡ്ജസിന്റെ മുമ്പേ കളിക്കണമെന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്ത് ഇവളെ ടീമിലുള്ള 2 പെണ്ണുങ്ങള് ജഡ്ജസ് വരുന്നതിന് മുമ്പേ കളിച്ചിട്ട് വീട്ടിൽ പോയി. അതാണ് പറ്റിപ്പോയത്. നിനക്ക് ആ പെണ്ണുങ്ങളെ പുറകെ ചെന്ന് വിളിച്ചോണ്ട് വന്നുകൂടായിരുന്ന? ആ പെണ്ണുങ്ങളെ പുറകെ വൈകിട്ട് വേണം എന്റെ ഭാര്യ ബാക്കിയുള്ള പാർട്സും കൂടെ അടിച്ചോടിക്കാൻ. അത് മാത്രമല്ല വേറെയും പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളെ കൈകൊട്ടിക്കളി പൂർണ്ണതയില്ലായിരുന്നു. എന്ത്? പകുതിയായപ്പോ കട്ടനിട്ടു. കട്ടയിട്ടത് നമ്മളെ തെറ്റല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇവളെ ടീമിൽ തന്നെ കളിച്ചോണ്ടിരുന്ന കരാട്ടെ രമണി ചേച്ചിയില്ലേ? രമണി ചേച്ചി കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കണതിന് പകരം ഇങ്ങനെ വെച്ച് ആ കാലിൽ ചെന്ന് കട്ടൻ മരിക്കണ ചെറുക്കന്റെ നെഞ്ചി കൊണ്ട് അവൻ പറന്ന് നിന്ന് ഗ്രീൻ റൂമിൽ വിഴുന്ന് അവിടെ നിന്നും കിട്ടിയാടി. അതെന്തിന്? പെണ്ണുങ്ങളെ ഗ്രീൻ റൂമിൽ എത്തിയോക്കിയെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ കിടന്നിങ്ങനെ അപകടം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ഈ കൈകൊട്ടി കളി എന്ന് പറയുമ്പോൾ ഇത്തിരി വൃത്തിയും വിനയും ഒക്കെ വേണം. എന്നിട്ട് നിങ്ങൾക്കൊരു വൃത്തിയില്ലല്ല. എടാ, ഇന്നലെ ഉച്ച വരെ ഉണ്ടായിരുന്നു വൃത്തി. ഈ മാർക്കിടൽ കഴിഞ്ഞതും വൃത്തിയും പോയി വിനയും പോയി. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നമ്മളൊരു സ്റ്റേജില് ഒരു കൈകൊട്ടികൾ കളിക്കുമ്പോ അവിടെ ഒരു വൃത്തം വരയ്ക്കും. ആ വൃത്തത്തിനകത്ത് നിന്ന് വേണം കളിക്കാൻ. എടി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ സ്റ്റേജിനകത്ത് ഞാൻ വട്ടം വരച്ചിട്ടുണ്ട്, അതിനകത്ത് നിന്ന് കളിക്കണമെന്ന്. ഞാൻ നിങ്ങൾ വരച്ച വര എന്നേൽ നിന്നിട്ടുണ്ടോ? ശരിയാണ്. അതെ, എവള് ഞാൻ വരയ്ക്കണ വൃത്തത്തിൽ നിൽക്കൂല, അതാണ് പ്രശ്നം. നിങ്ങൾ ആരെന്ന് പറഞ്ഞേ? എന്റെ ഭാര്യ. താലിയുണ്ട്, താലി. ഫോണ്. ഈ ലീലാവതിയിലെ ഭർത്താവിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അതെ, എടുത്തൊന്ന് സമാധാനിപ്പിക്കണേ. ലീലാവതി നീ എവിടെയാണ്? ഇനി ചാക്കുവാണ് ഞാന്. അയ്യോ, എന്റെ ലീലാവതി തന്നെ. ലീലാവതി ഉമ്മ ഉമ്മ ഉമ്മ. വൃത്തിയായിട്ടവനെ. എടാ, എന്റെ ഭാര്യ ഉമ്മ വെച്ചെടുക്കണ. ഇതെന്റെ ഭാര്യ ഉണ്ടാ. എടാ, എന്റെ ഭാര്യടാ. എടാ, ഇത് എന്റെ ഭാര്യയാണ്. എന്റെ
എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയാണ് പറഞ്ഞുകൊടു. എടാ നിന്റെ ഭാര്യയല്ല, നിന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യ ഉണ്ടാ ലീലാവതി. ഞാനടാ ഞാൻ ഇന്നലെ നിന്റെ ലീലാവതി മറ്റേ കൈകൊട്ടി കളിക്കാൻ വന്നില്ലേ, അവിടെ മാർക്കഡായിരുന്ന ജഡ്ജ് ഇന്നലെ നമ്മൾ കണ്ട് ഉച്ചക്ക് ഇഷ്ടപ്പെട്ട് വൈകുന്നേരം കല്യാണം കഴിച്ച് ഇന്ന് ഹണിമൂണിന് പോകൂടാ, പറ്റിട്ട് പോടാ. നല്ല പറഞ്ഞ അതിന്റെ ഇടയിൽ പിന്നെ ദേഷ്യം വരൂലേ, അവന്റെ പ്രശ്നം തീർന്നല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നീ ഇവിടെ കാണിച്ചു കൂട്ടിയത് ഇന്നലെ കാണിച്ചു കൂട്ടിയത് ഒന്നുമല്ല കൈകൊട്ടിക്കളി, അത് മാന്യമായിട്ട് പഠിക്കണോ ആദ്യം. ഒരു കാര്യം ചെയ്യും, നമ്മൾ അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, അതിനകത്ത് കുറച്ച് പിള്ളേര് വന്ന് അവിടെ ഈ കൈകൊട്ടിക്കളി കളിച്ചിട്ടുണ്ട്. അതൊരു 2-3 പ്രാവശ്യം ഇരുന്ന് കണ്ട നിനക്ക് കറക്റ്റാ കൈകൊട്ടിക്കളി എന്തിനാണെന്ന് മനസ്സിലാവും. ആ എന്നാ ഓക്കെ. ഓ ഒരു അടിയല്ലേ വരുന്നത്. എവിടെ ഓ അങ്ങോട്ട് നോക്ക്. എവിടേതാ? ആര്? ലീലാവതിയുടെ ഭർത്താവ്. ലീലാവതിയുടെ ഭർത്താവെന്ന്. എന്റെ ലീലാവതി എവിടെ? ലീലാവതിയെ കണ്ടുപിടിക്കാതെ എങ്ങനെ നിങ്ങൾ ക്ലൈമാക്സ് അടിക്കും? ഞാനല്ല, പുള്ളിയാണ് ലീലാവതി. എന്റെ ലീലാവതി എവിടെ? തരാം. ഇന്നലെ ഉത്സവ പറമ്പിൽ നിന്നും ലീലാവതിയെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, എന്റെ ലീലാവതി. ഉമ്മ, ഉമ്മ, ഉമ്മ. ഇനി സമയം കളയണ്ട, ക്ലൈമാക്സ് അടിച്ചങ്ങ് നിർത്തിക്കോ. ക്ലൈമാക്സ് അടിക്കാൻ നിർത്ത്. ക്ലൈമാക്സിന് മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്. എന്തോന്ന് അമ്മച്ചി? അണ്ണാ രതീഷ് അണ്ണാ, ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. അയ്യോ, പിന്നെ സ്ക്രിപ്റ്റിലുള്ളതാണ് യവന്മാർ ഇത്രയും നേരം കിടന്ന് മറിച്ചത്. കേട്ടോ, നിനക്കൊക്കെ എല്ലാത്തിനും തരുന്നത്, പെണ്ണായോണ്ട് നിനക്ക് തരുന്നില്ല. അതെ, എന്തായാലും നിങ്ങൾ എന്നെ അടിച്ച്, എന്നാ പിന്നെ നമുക്ക് എന്റെ പഞ്ചായത്ത് ഈ അടി അങ്ങ് വെച്ചല്ല. അയ്യോ, എന്റെ പഞ്ചിന് ഇത് പോരാ അല്ലേ? ഇത് പോരാ, കനക്ക കൊടുക്കണം. എന്റെ പഞ്ചെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കൊടുക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട് പഞ്ച്? നല്ല പഞ്ച്. ഇതാണ് എന്റെ പഞ്ച്. ചേച്ചി സൂപ്പർ എനർജി, നല്ല 3 പേരും അസാധ്യ എനർജി ആയിരുന്നു, നന്നായി പെർഫോം ചെയ്തു. പിന്നെ നിങ്ങൾ പഞ്ചസിന്റെ രാജാക്കന്മാരല്ലേ, സൂപ്പർ. ബാറ്ററി ചാർജ് എത്രത്തോളം കയറി നോക്കിയാലോ എന്നാ? Yes. ഓക്കെ ബാ. രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ശ്വേത ചേച്ചി. യെസ്, ചൂടോടെ പൈസ തരണം. ക്രെഡിറ്റ് ആയി. ഇതുവരെ ലഡു കിട്ടിയിട്ടില്ല, അതിന്റെ കണക്കുകൾ പിന്നെ ഞങ്ങൾ ചോദിക്കുന്നതായിരിക്കും. നേരെ നോക്ക്.